വെൽക്കം നോട്ടീസ് ആയിരുന്നു. നിങ്ങൾ ആ പ്രോഗ്രാമിൽ പങ്കെടുത്ത ആൾക്കാരുടെ പേര് ഈ ഒരു ഇത് കണ്ടോ? ഈ നോട്ടീസ് നിങ്ങൾ ഇതിന്റെ PDF നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ എല്ലാവരുടെ ഫോണിലേക്കും ലീഡേഴ്സ് അയച്ചു തന്നിട്ടുണ്ടാവും ഇതിന്റെ PDF. പറ്റുമെങ്കിൽ നിങ്ങൾ അയാൾ ആദ്യം കണ്ടിരുന്നില്ല. എന്നോടല്ല. ഓക്കെ, അതായത് ഇതിന്റെ സോഫ്റ്റ് കോപ്പി ആണ് കയ്യിലുള്ളതെങ്കിൽ നിങ്ങൾ അതിന്റെ ഹാർഡ് കോപ്പി ഒരു പ്രിന്റ് ഔട്ട് എടുക്കുക. അത് അല്പം കട്ടിയുള്ള പേപ്പറിൽ എടുക്കുകയാണെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്ന് കാണിച്ചു തരാം. കാരണം ഇതിന്റെ മുന്നിൽ തന്നെ ഏറ്റവും ഫ്രണ്ടിൽ തന്നെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത ആൾക്കാരുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇപ്പൊ ഞാൻ എന്താ പറയാ, ഉദ്ഘാടനം ശ്രീ പിണറായി വിജയൻ, നമ്മുടെ കേരള മുഖ്യമന്ത്രി. നമ്മൾ ഹൈലൈറ്റ് കൊടുക്കേണ്ടത്, കാരണം ബിസിനസ് വേൾഡിൽ നമുക്ക് എല്ലാവരും വേണം അല്ലേ, എല്ലാ സംഘടനക്കാരും എല്ലാ രാഷ്ട്രീയക്കാരും എല്ലാ മതക്കാരും ഒക്കെ വേണം ബിസിനസ് വേൾഡിൽ. അപ്പൊ നമ്മളിവിടെ രാഷ്ട്രീയമല്ല മുന്നോട്ട് ഉയർത്തുന്നത്, മറിച്ച് ഉദ്ഘാടകന്റെ പോസ്റ്റ് അല്ലെ, ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അതായത് ഒരുപക്ഷെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള പോസ്റ്റിലുള്ള വ്യക്തിയാണ് നമ്മുടെ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിന്റെ മാർഗരേഖ പ്രകാശനം നടത്തിയെന്ന് പറയുന്നതിനാണ് വാല്യൂ. നിങ്ങൾ കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് വേണം, കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം പറയാൻ അല്ലേ. സോ നമ്മുടെ GR അനിൽ, അദ്ദേഹം ആരാ? കൺസ്യൂമർ അഫയേഴ്സ് മിനിസ്റ്റർ ആൻഡ് ലീഗൽ മെട്രോളജി, അളവ് തൂക്ക വകുപ്പിന്റെ ഹെഡ് അദ്ദേഹം തന്നെയാണ്. ദെൻ KN ബാലഗോപാലൻ, ധനകാര്യ വകുപ്പ് അല്ലേ, നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്റർ. V ശിവൻകുട്ടി, ബഹുമാനപ്പെട്ട തൊഴിൽ മന്ത്രി മാത്രമല്ല പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും കൂടെയാണ്. നിങ്ങൾ ഇതിന്റെ സെക്കൻഡ് പേജിൽ നിങ്ങൾ സത്യം പറഞ്ഞാൽ ഒരു കസ്റ്റമർ അടുത്ത് പോകുമ്പോൾ ഒന്നും വേണ്ട, ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത ആൾക്കാരുടെ മുഴുവൻ ലിസ്റ്റ് ഒന്ന് വായിച്ചു കൊടുക്കുക. അപ്പൊ തന്നെ കാണുന്ന ആൾക്ക് മനസ്സിലാവും ഈ ഇൻഡസ്ട്രിയുടെ നമ്മുടെ നാട്ടിലെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗിയർ മാറിയിട്ടുണ്ട്. കാരണം ഇതിൽ മഹനീയ സാന്നിധ്യത്തിൽ കൊടുത്തിരിക്കും. ഞാൻ ഫുൾ ആൾക്കാരുടെ പേര് വായിക്കുന്നില്ല. ഇതിൽ എന്താ പറയാ, നമ്മുടെ GST കമ്മീഷണർ പങ്കെടുത്തിട്ടുണ്ട്, സ്റ്റേറ്റ് പോലീസ് ചീഫ് ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് IPS. ഇനി ഇങ്ങനത്തെ, അതായത് Z കാറ്റഗറി സുരക്ഷ എന്നാണ് പറയുക. ശരിക്കും Z കാറ്റഗറി സുരക്ഷ, ഇപ്പൊ നമ്മുടെ ജയേട്ടനൊക്കെ മീറ്റിംഗിൽ ഉണ്ടായിരിക്കും ചിലപ്പോൾ അല്ലെ. നിങ്ങൾക്കറിയാം Z കാറ്റഗറി പ്രോട്ടോകോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഈ Z കാറ്റഗറി സുരക്ഷയുള്ള ഒരു വ്യക്തി ഒരു പബ്ലിക് പ്രോഗ്രാമിന് പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അവർ വരുന്നതിന്റെ ഏകദേശം 25 മിനിറ്റ് മുൻപ് ആ ഏരിയയിൽ ജാമർ എന്ന് പറയും, നമ്മുടെ സിഗ്നൽ ജാമർ വർക്ക് ചെയ്യും. അതായത് നമ്മുടെ ഫോണൊന്നും വർക്ക് ചെയ്യില്ല അല്ലേ. അതായത് ഒന്ന് ആലോചിച്ച് നോക്കണം, ഞാൻ 2011 കാലഘട്ടത്തിൽ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നു. 2011 ഗവൺമെന്റ് തന്നെ ഈ ഇൻഡസ്ട്രിയെ ഇല്ലീഗൽ എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചൊരു കാലഘട്ടം ഈ ഇൻഡസ്ട്രിക്ക് ഉണ്ടായിരുന്നു. സീനിയർ ലീഡേഴ്സിന് അറിയാം. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഞാനൊക്കെ ഈ മേഖല ഫുൾ ടൈം ആയിട്ട് ചെയ്യുന്ന കാലഘട്ടമായിരുന്നു. അപ്പോൾ അന്ന് 2011 ഏപ്രിൽ മുതൽ 7 മാസത്തോളം സ്ഥിരമായിട്ട് കോഴിക്കോട് ക്രൈംബ്രാഞ്ചിൽ പോയി ഒപ്പിടേണ്ട ഒരു സാഹചര്യം എനിക്ക് ഉണ്ടായിരുന്നു. അതായത് സാറേ ഞാൻ നാട്ടിൽ തന്നെ ഉണ്ട്, എവിടെയും പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സിനിമയിലെ കാണൂലേ. അത് ഇപ്പൊ തമാശയോടാണ് ഇപ്പൊ ഓർക്കുന്നതെങ്കിലും അന്ന് ഇങ്ങനെ ആയിരുന്നില്ല. ഓരോ മാസം അവിടേക്ക് പോകുന്ന അവസ്ഥ. കാരണം എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ആ സമയത്തേക്ക് 3 മാസം 4 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ വൈഫ് ഹൗസ് നിന്ന് ആരെങ്കിലും കാണുമോ? എന്നെ ഒരുപാട് പേടികൾ, അതിന് ചെന്ന് കഴിഞ്ഞാൽ പിടിച്ച് അകത്ത് വിടുമോ പുറത്ത് വിടുമോ എന്ന് അറിയില്ലല്ലോ. കാരണം അതിന് ഞാൻ ചെയ്ത കേസ് എന്താണെന്ന് അറിയണേ, പിടിച്ചുപറിയും കത്തിക്കുത്തൊന്നുമല്ല. ഞാൻ ചെയ്തത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയിൽ പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഞാൻ ചെയ്ത തെറ്റ്. ഞാൻ പറഞ്ഞു വരുന്നത് 2011 എങ്ങനെയായിരുന്നു ഗവൺമെന്റ് ഈ മേഖലയെ ട്രീറ്റ് ചെയ്തതെന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാനത് പറഞ്ഞത്. സോ അങ്ങനത്തെ ഒരു ഇരുണ്ട കാലഘട്ടം, ഒരുപക്ഷെ നന്മയ്ക്ക് വേണ്ടിയുള്ളൊരു എന്താ പറയുക, ഒരു നമ്മൾ പറയല്ലോ പുലി പതുങ്ങുന്നത് കുതിക്കാനാണെന്ന് പറഞ്ഞ പോലെ കുതിക്കാൻ വേണ്ടി അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമുക്ക് ചിന്തിക്കാം. തൽക്കാലം ഇപ്പം അങ്ങനെ ചിന്തിക്കാമല്ലോ, അതാണ് നല്ലത്, പോസിറ്റീവായിട്ട് എടുക്കുക. സോ ആ കാലഘട്ടത്തിലൂടെ ഞാൻ കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അന്ന് ഇങ്ങനെ എന്താ പറയാ, ഒരുപക്ഷെ Z കാറ്റഗറി ആൾക്കാരൊക്കെ ജാമറൊക്കെ വർക്ക് ചെയ്യിപ്പിക്കുന്ന ഒരു പ്രോഗ്രാം അന്ന് ചിന്തിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇന്നത്തെ അവസ്ഥ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നമ്മുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ആരൊക്കെ. ഞാൻ പറഞ്ഞല്ലോ, ഈ ഇൻഡസ്ട്രിയിൽ എഡിഫിക്കേഷൻ എന്ന വാക്കിന് വലിയ പ്രാധാന്യമുണ്ട്. ഒരുപക്ഷെ നമ്മളതിനെ മലയാളീകരിച്ചിട്ട് തള്ളുക എന്ന് പറയരുത്. അതായത് അർഹിക്കുന്ന പ്രാധാന്യം ഒരു വ്യക്തിക്ക് ഒരു കാര്യത്തെ പറ്റി മനസ്സിലാക്കാൻ നമ്മൾ എഡിഫിക്കേഷൻ, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ, ഒന്ന് അല്പം അതിനൊരു
ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ട് സംസാരിക്കാമെന്ന് പറയാം. നമ്മുടെ ഒരു പുതിയ അസോസിയേറ്റിനെ നമ്മുടെ അപ്ലൈനെ പരിചയപ്പെടുത്തുമ്പോൾ നമ്മൾ പറയില്ലേ ഇന്ന ആളാണ്, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിന് MC ക്ഷണിക്കുമ്പോൾ ഇദ്ദേഹം ഇന്ന നേട്ടങ്ങൾ സമൂഹത്തിലേക്ക് ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണെന്ന് തോന്നുന്ന ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും അല്ലേ, അല്ലെങ്കിൽ ഒന്ന് ഹൈലൈറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഒന്ന് എഡിഫൈ ചെയ്യും. അതേപോലെ ഏതൊരു കാര്യവും എഡിഫൈ ചെയ്യാൻ നമ്മൾ പഠിക്കണം. സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിന് വേണ്ടി ഗവൺമെന്റ് ചെലവാക്കിയ എമൗണ്ട് എത്ര നമ്മൾ അറിയണം അല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കണം. കാരണം മുഖ്യമന്ത്രി നിങ്ങൾക്കറിയാം ഒരു വണ്ടിയിൽ ഒറ്റയ്ക്ക് വരുന്ന വ്യക്തിയല്ല അല്ലേ, നമ്മൾ ആരുടെയും ബൈക്കിൽ കയറി വരില്ല. സോ ഒരു അകമ്പടി വ്യൂഹം അടക്കം ഉണ്ടാവും, നിങ്ങൾ അന്ന് വന്നവർക്ക് അറിയാം. സോ അത്രയും എക്സ്പെൻസീവ് ആയ ഒരു പ്രോഗ്രാം, അങ്ങനത്തെ ഒരു ഹോള്, അങ്ങനത്തെ ഒരു പബ്ലിക് മീറ്റിംഗ് ഹോള് വിളിച്ച് ഇങ്ങനത്തെ ഒരുപാട് നോട്ടീസും ഇത്രയും സീനിയർ ലീഡേഴ്സിനെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട്, സീനിയർ ലീഡേഴ്സ് എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മുടെ ഭരണസിരാ കേന്ദ്രം തിരിക്കുന്ന പ്രമുഖ വ്യക്തികളാണ് നമ്മുടെ മൾട്ടി മാർക്കറ്റിംഗ് പ്രോഗ്രാമിൽ പങ്കെടുത്തത്. നമ്മൾ ആരോടും എന്താ പറയാ, ആ തള്ളുക എന്നുള്ള വാക്ക് നെഗറ്റീവ് അർത്ഥത്തിൽ ആൾക്കാർ എടുക്കാറ്. ഞാൻ തള്ളുകയല്ല ചെയ്യുന്നത്, ഞാൻ അതിന്റെ യാഥാർത്ഥ്യം എൻ്റെ മുന്നിലിരിക്കുന്ന എൻ്റെ പുതിയ സുഹൃത്തിനോട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ് ഇത്ര വിശദമായിട്ട് പറഞ്ഞത്. സോ ഇതിൽ പങ്കെടുക്കുന്ന ഓരോ ആൾക്കാരുടെയും പേര് നിങ്ങളൊന്ന് വായിച്ചു കൊടുക്കുക. IPS ഓഫീസേഴ്സ്, IAS, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അല്ലെ, നമ്മുടെ കളക്ടർ പോസ്റ്റിലുള്ള ആൾക്കാർ, ഇങ്ങനത്തെ ഒരു പക്ഷേ നമുക്ക് എന്താ പറയുക, അങ്ങനെ സാധാരണഗതിയിൽ ഒരു വ്യക്തിക്ക് റീച്ച് ഇല്ലാത്ത വ്യക്തികളാണ് നമ്മുടെ പ്രോഗ്രാമിന് വന്നത് എന്നുള്ള യാഥാർത്ഥ്യം അവരെ കൊണ്ട് ചിന്തിപ്പിക്കുക എന്നുള്ളത് ആരുടെ ഉത്തരവാദിത്തമാണ്? ഓക്കെ, ഒന്ന് എല്ലാവരും ഒന്ന് ഇറങ്ങണല്ലോ. സഫീറ മേഡം അല്ലെ ഇമ്രാൻ സാറേ, അതുകൊണ്ടൊന്ന് ചോദിച്ചതാ, കുറച്ചേരം വെയിറ്റ് ചെയ്ത് നോക്കിയാ. കാരണം മോർണിംഗിൽ നോമ്പ് കഴിഞ്ഞിട്ട് ഇങ്ങനെ മുന്നിൽ ഇരിക്കുന്നുണ്ടേ കണ്ണൊക്കെ തുറന്നിട്ട്. ഞാൻ ഈ അടുത്തൊരു നോക്കിയപ്പോൾ ഒരാളുടെ ഫോട്ടോയിൽ ഒരാൾ അനങ്ങണേ ഇല്ല, നോക്കുമ്പോൾ DP വെച്ച് പോയത്, ഇതേപോലത്തെ ഒരു ഫോട്ടോ എടുത്തിട്ട് DP വെച്ച് പോയതാണ്. അപ്പോൾ അതൊക്കെ നടക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇതില് ദെൻ രാഷ്ട്രീയ പാർട്ടികളുടെ നോക്കുകയാണെങ്കിൽ ഞാനിവിടെ മഹനീയ സാന്നിധ്യം ഇതിന്റെ ബാക്ക് പേജിൽ ഇതിന്റെ PDF ഫയൽ നിങ്ങൾ ലീഡേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അയച്ചു തരും. നിങ്ങൾ തൊട്ടടുത്തൊരു നല്ലൊരു അത്യാവശ്യം ഒരു ക്വാളിറ്റി പ്രിന്റിംഗ് ഉള്ള കടയിൽ പോയിട്ട് അല്പം കട്ടിയുള്ള പേജിൽ പ്രിന്റ് എടുത്തിട്ട് നിങ്ങളുടെ ഫയലിൽ ഇത് വെക്കണം. ഇത് നിങ്ങൾക്ക് ഒരു മാർക്ക് എന്താ പറയാ, ഷോ ദ ഡോക്യുമെന്റ് എന്ന വളരെ ഇമ്പോർട്ടന്റ് സെഗ്മെന്റ് ഉണ്ട് ഒരു വ്യക്തിയെ കൺവിൻസ് ചെയ്യാൻ. ആ ഷോ ദ ഡോക്യുമെന്റ് എന്ന പാർട്ടിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു ടൂൾ ഇപ്പൊ ദൈവം സഹായിച്ച് ഗവൺമെന്റ് നമുക്ക് തന്നിട്ടുണ്ട്. സോ ഇത് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയാണ് പറയുന്നത്. സോ ഇതിൽ മഹനീയ സാന്നിധ്യത്തിൽ ഒരാളുടെ പേര്, ഒന്ന് രണ്ട് പേരെ പേര് വായിക്കാം. ഒന്ന് KO ഹബീബ്, അതായത് CITU എന്ന തൊഴിലാളി സംഘടനയുടെ ദേശീയ നേതൃത്വമാണ് അദ്ദേഹം, അതായത് കേരളത്തിലല്ല നാഷണൽ. 2 R ചന്ദ്രശേഖരൻ, INTUC അല്ലെങ്കിൽ നമ്മുടെ കോൺഗ്രസ് സംഘടനയുടെ, തൊഴിലാളി സംഘടനയുടെ കേരള ഹെഡ് ആണ് അല്ലേ, ശരിക്കും ഞാൻ വായിക്കാം. INTUCയുടെ പ്രസിഡന്റ്, നാഷണൽ നെറ്റ്വർക്ക് മാർക്കറ്റേഴ്സ് അസോസിയേഷന്റെ ഹെഡ് ആണ്. ദെൻ EC സതീശൻ, CPI, അതായത് M ഇല്ല, CPIന്റെ, അതായത് അതിന്റെ കേരള ഹെഡാണ്. ശ്രീ മധുകുമാർ, BMSന്റെ. ദെൻ KP നൌഷാദ്, STUന്റെ സ്റ്റേറ്റ് ഹെഡാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഈ തൊഴിലാളി സംഘടനകളുടെയൊക്കെ ഹെഡ്മാരാണ് നമ്മുടെ മീറ്റിങ്ങിന് വന്നത്. എന്തുകൊണ്ടായിരിക്കും തൊഴിലാളി സംഘടനകൾ ഇതൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഗവൺമെന്റ് ചെയ്യുന്നത് എന്നുള്ളത് ഒന്ന് നമ്മുടെ മുന്നിലിരിക്കുന്ന വ്യക്തിയെ ചിന്തിപ്പിക്കാൻ ഈ ഒരു പേജിന് പറ്റും അല്ലേ. സോ അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. ദെൻ അടുത്ത നമ്മൾ യൂട്ടിലൈസ് ചെയ്യേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്, നിങ്ങളുടെ കയ്യിൽ കഴിഞ്ഞ 19-ാം തീയതി കേരളത്തിൽ ഇറങ്ങിയ എത്ര പത്രങ്ങളുടെ കോപ്പി നിങ്ങളുടെ കയ്യിലുണ്ട്? എത്ര പേര് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എത്ര പേര് കഴിഞ്ഞ 19-ാം തീയതിയിലെ എത്ര പത്രങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ട്? ഈ ചോദ്യത്തിന് ഉത്തരം ആരും പറയണ്ട, സ്വയം ചോദിച്ചാൽ മതി. ഞാൻ എന്തിനാണെന്ന് പറയണമെന്ന് പറയാം. ഞാൻ ആ പത്രത്തിന്റെ എന്താ പറയാ, ഇപ്പൊ ഒരു കോപ്പി, ഈ കോപ്പി നിങ്ങൾ നോക്കുക. ഇത് ഒരു പത്രത്തിന്റെ 4/1. ഇത് നമ്മൾ പറയാ ക്വാർട്ടർ പേജ് പരസ്യം എന്ന് പറയും. ശരിക്ക് നിങ്ങൾ മനസ്സിലാക്കണം, കഴിഞ്ഞ 19-ാം തീയതി കേരളത്തിൽ ഏതൊക്കെ പത്രം എവിടെയൊക്കെ എഡിഷൻസ് ഇറങ്ങിയോ അതിലെല്ലാം കേരള ഗവൺമെന്റ് ഈ ഒരു വിജ്ഞാപനം കൊടുത്തിട്ടുണ്ട്, ഈ ഒരു നോട്ടീസ് അതിലൊക്കെ ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഇപ്പൊ നമ്മൾ നാട്ടിൽ പരസ്യം കൊടുക്കാറുണ്ടാവും അല്ലെ, പത്രത്തിലൊക്കെ.
ഒരു 4-5 വാക്ക് വരി ചെറിയ ഒരു ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വീതിയുള്ള സാധനത്തിന് കൊടുക്കേണ്ട എത്രയാന്നുള്ളത് പത്രത്തിൽ പരസ്യം കൊടുത്തവർക്ക് അറിയാം. എന്നാൽ ഓൾ കേരള എഡിഷൻ, അതായത് ഒരു വ്യക്തി തിരുവനന്തപുരത്ത് നിന്ന് വാങ്ങിയാലും ഏത് ജില്ലയിൽ നിന്ന് വാങ്ങിയാലും എല്ലാ ജില്ലയിലും ഈ പരസ്യം എല്ലാ പത്രത്തിന്റെ എഡിഷൻസിലും ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ലീഡിംഗ് ന്യൂസ് പേപ്പറിന് ഈ ഒരു എഡിഷൻ പരസ്യം, അതായത് ഒരു ക്വാർട്ടർ പേജ്, ഞാൻ പറഞ്ഞ 4 വരിയല്ല, അല്ലെങ്കിൽ ആരും കാണാതെ ഒരു മൂലക്കായി പോകുന്ന രീതിയിലല്ല ഒരു പത്രത്തിൽ പരസ്യം ഗവൺമെന്റ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ മൾട്ടി മാർക്കറ്റിംഗിന്റെ അല്ലെ ഡയറക്ട് സെല്ലിങ്ങിന്റെ ഇത് കൊടുത്തിരിക്കുന്നത് ഒരു ക്വാർട്ടർ പേജാണ്. ഇതിന് ടോട്ടൽ എക്സ്പെൻസ് വരുന്നത് ഞാൻ മനസ്സിലാക്കിയ കണക്ക് 16 ലക്ഷം രൂപയാണ് ഒരു പത്രത്തിന്റെ ഓൾ കേരള എഡിഷനുകൾ അടിക്കാൻ കൊടുക്കേണ്ടത്. നമ്മുടെ കോഴിക്കോട് മാത്രമല്ല ഞാൻ പറയണത്, അല്ലെങ്കിൽ മലപ്പുറം മാത്രമല്ല. സോ ഇത് ഗവൺമെന്റിന് കിട്ടുന്ന റേറ്റ് ഒരുപക്ഷെ അതിൽ കുറച്ച് കുറവാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നിരുന്നാൽ കൂടി ഏകദേശം 20-ലധികം പത്രങ്ങളിൽ ഗവൺമെന്റ് ഈ എഡിഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് എത്ര രൂപയാണ് ഈ ഒരു ആഡ് അല്ലെങ്കിൽ ഈ ഒരു വിജ്ഞാപന നോട്ടീസിന് വേണ്ടി കഴിഞ്ഞ 19-ാം തീയതി ചെലവാക്കിയെന്നുള്ളതിന്റെ ഒരു ഏകദേശ ഊഹം നിങ്ങൾക്ക് കിട്ടിയോ? ഞാൻ കണക്ക് കൂട്ടാൻ എളുപ്പം പറയാം. 20 പത്രങ്ങൾക്ക് 1 ലക്ഷം വെച്ച്, 10 ലക്ഷം വെച്ചാണെങ്കിൽ 20 പത്രങ്ങൾക്ക് 10 ലക്ഷം വെച്ച് കൊടുത്താൽ 200 ലക്ഷം ആയോ? 2 കോടി ആയോ? എന്തുകൊണ്ട് ഒരുപക്ഷെ സാമ്പത്തികപരമായിട്ട് ഇപ്പോഴും നമ്മൾ കടമെടുക്കുന്നു എന്തൊക്കെയാണ് പത്രത്തിലും കേൾക്കുന്നത്, ബഡ്ജറ്റൊക്കെ കഴിഞ്ഞ് നിങ്ങൾ കണ്ടു അല്ലേ? ആ അവസ്ഥയിൽ പോലും എന്തുകൊണ്ട് ഗവൺമെന്റ് ഇത്രയും കോടിക്കണക്കിന് രൂപ ഈ മേഖലയ്ക്ക് വേണ്ടി മാറ്റി വെക്കുന്നു? ഇത് ചിന്തിക്കാൻ നമ്മൾ തയ്യാറാവണം. ഇത് ചിന്തിപ്പിക്കാനും നമുക്ക് പറ്റണം. ഇത് ചിന്തിപ്പിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പൊ സത്യം പറഞ്ഞാൽ 1 രൂപ പോലും എക്സ്പെൻസ് ഇല്ലാത്ത ഒരു കാര്യമാണ് അല്ലേ? ഇപ്പൊ കഴിഞ്ഞ 19-ാം തീയതിയിലെ ഈ പത്രം കളക്ട് ചെയ്യാൻ ഇപ്പൊ എത്ര രൂപ ചെലവ് വരും? ഇപ്പോ 1 രൂപ ചെലവില്ല അല്ലേ? അടുത്ത വീട്ടിൽ പോയിട്ട് ചേട്ടാ അല്ലെ ചേച്ചി കഴിഞ്ഞ ഫെബ്രുവരി 19-ന്റെ പത്രം ഒന്ന് തരാമോ എന്ന് ചോദിക്കണം അല്ലേ? അതിന് ഇനിയിപ്പോ പൈസ കൊടുക്കണോ? ഇപ്പൊ തന്നെ നിങ്ങൾ ചെല്ലുമ്പോൾ മോർണിംഗ് മീറ്റിംഗ് ആണ്, എന്നാലും എനിക്ക് പറയാതിരിക്കാൻ വയ്യ, പലരും ഇത് അപ്പി കോരാൻ എടുത്തിട്ടുണ്ടാവും ചെറിയ കുട്ടികളുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ. അതായത് ഓൾറെഡി 1 മാസം ആവാറായി. ഇത് എത്ര പേര് ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കിയെന്ന് എനിക്കറിയില്ല. അതായത് പത്രമാധ്യമങ്ങൾ, നിങ്ങൾ അറിഞ്ഞിരുന്നോന്ന് അറിയില്ല, ഇത്രയും വലിയ ഏകദേശം ഒരു 20,000-ത്തിനടുത്ത ആൾക്കാർ പങ്കെടുത്ത കേരള മുഖ്യൻ ഉൾപ്പെടെ പങ്കെടുത്ത പ്രോഗ്രാമിനെ പറ്റി നിങ്ങൾ ഏതെങ്കിലും പത്രത്തിൽ വായിച്ചോ? അതായത് വലിയ എഫേർട്ട് ന്യൂസ് ഒന്നും ഒരു പത്രവും പബ്ലിഷ് ചെയ്തിട്ടില്ല. അതിന്റെ റീസൺ എന്താ നിങ്ങൾക്കറിയാം? കാരണം ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി വളരുന്നത് പത്രമാധ്യമങ്ങൾക്ക് വലിയ മെച്ചമുള്ള കാര്യമില്ല. അതുകൊണ്ട് അവരതിന് വലിയ പ്രൊമോഷൻ കൊടുക്കില്ല. എന്നിട്ടും ഇത്രയും കോടി മുടക്കിയിട്ട് ഗവൺമെന്റ് ഈ ഒരു കാര്യം ചെയ്ത് ആർക്കു വേണ്ടിയാ? നമ്മൾ ഓരോരുത്തർക്കും വേണ്ടിയാണ് അല്ലേ? എന്നിട്ട് എത്ര പേര് ഈ ഒരു എഫേർട്ടിനോട് നീതി പുലർത്തി എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. രജനി മാഡം, ഞാൻ ചോദിക്കാൻ കാര്യം, മാഡം രാവിലെ മുതൽ മോർണിംഗ് മീറ്റിംഗിൽ വീഡിയോ ഉണ്ടാക്കി ഇരിക്കുന്നുണ്ട്, അതുകൊണ്ട് ചോദിച്ചാ. എത്ര പേര് നിങ്ങളുടെ നാട്ടിലെ എത്ര എഡിഷൻസ് കളക്ട് ചെയ്തു? ഇനി നമ്മളൊരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് തെറ്റ് പറ്റിയെന്ന് സംഭവിച്ചാൽ ആദ്യം ചെയ്യേണ്ടത് തിരുത്തുക എന്നുള്ളതാണ് അല്ലേ? സോ ഇന്ന് മുതൽ ഫസ്റ്റ് ഡ്യൂട്ടി നിങ്ങളുടെ ഫയലിൽ, ഞാനിപ്പോ എൻ്റെ ഫയലിൽ ഇതുണ്ടോ, ഇത് പത്രത്തിന്റെ പേജ് ഇപ്പൊ എൻ്റെ ഉള്ളിൽ കയറി വായിക്കണം. എൻ്റെ ഏകദേശം 12ഓളം പത്രങ്ങൾ ഞാനിത് കളക്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഞാനിപ്പോ ഒരു കസ്റ്റമർ അടുത്ത് പോവുകയാണ്, ഒരു 5-6 പത്രം ഇങ്ങനത്തെ വ്യത്യസ്ത പത്രങ്ങളായിരിക്കണേ, അല്ലാണ്ട് ഒരേ പത്രത്തിന്റെ 15 കോപ്പി അല്ല ഞാൻ പറഞ്ഞത്. ഇത് കേരളകൗമുദി, ഇത് മലയാള മനോരമ, ഇത് മാതൃഭൂമി, ഇത് സുപ്രഭാതം, അങ്ങനത്തെ ഒരു 5-10 പത്രം കസ്റ്റമറുടെ മുന്നിൽ കാണിച്ചു കൊടുത്തു. ഇത് കണ്ടു കഴിഞ്ഞാൽ സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്ക് സ്വയം ചിന്തിക്കാലോ, ഗവൺമെന്റ് ഇത്രയും സീരിയസ് ആയിട്ടാണ് ഈ മേഖലയെ സമീപിക്കുന്നത് എന്നുള്ളത്. ഇത് ചിന്തിപ്പിക്കാൻ ഈ 5-10 പത്രം കളക്ട് ചെയ്യാനുള്ള പണിയെ നമുക്ക് എടുക്കാനുള്ളൂ. ഇത് കണ്ടു കഴിഞ്ഞാൽ അല്ല കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കാണുന്നവന് സ്വയം ചിന്തിക്കാൻ പറ്റും, ഈ മേഖല മാറിയിട്ടുണ്ട്. ഹലോ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത്രയും, അതായത് ഇപ്പൊ നമ്മൾ പറയില്ലേ പത്രത്തിന്റെ കേസ്, രാവിലെ ഒരു പത്രത്തിന് 10 രൂപ ആണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം കിലോയ്ക്ക് 10 രൂപ അല്ലേ?
ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. ഇനി വരുന്ന ഒരു 2-3 മാസമൊന്നും വേണ്ട. നിങ്ങൾ ഇപ്പൊ തന്നെ തപ്പാൻ തുടങ്ങി കഴിഞ്ഞാൽ അറിയാം, ഇപ്പൊ തന്നെ ഈ പത്രം ഒരു കിട്ടാക്കനിയായി മാറി കഴിഞ്ഞിട്ടുണ്ട്. പല വീട്ടിലും പത്രം മിസ്സിംഗ് ആയിരിക്കും. അപ്പൊ ഒന്നുകിൽ നിങ്ങളുടെ പത്രം ഇടുന്ന ആളോട്, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും പത്ര ഓഫീസിൽ പോയിട്ടോ എങ്ങനെയെങ്കിലും ഇതൊന്ന് കളക്ട് ചെയ്ത് വെക്കാനുള്ള സീരിയസ്നെസ് നിങ്ങൾ എടുക്കുക എന്നുള്ളതാണ് ഞാൻ ആദ്യം പറയുന്ന കാര്യം. കാരണം നമുക്ക് ഒരു വ്യക്തിയെ ഈ മേഖല വളരെ ശക്തമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ചിന്തിപ്പിക്കാൻ വളരെ കുറഞ്ഞ എഫേർട്ടിൽ സാധിക്കുന്ന ഒരു കാര്യമാണ് ഈ പത്രവാർത്ത കയ്യിലുണ്ടാവുക എന്ന് പറയുന്നത്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. നമ്മൾ ശരിക്ക് നമ്മുടെ കസ്റ്റമേഴ്സ് പല ടൈപ്പ് ഉണ്ട്. ഞാൻ എൻ്റെ മക്കൾ പഠിക്കുന്നത് കോഴിക്കോട് കുന്നമംഗലം നവജ്യോതി സ്കൂളിലാണ്. ഒരു ദിവസം പാരൻസ് മീറ്റിങ്ങിന് ചെന്നപ്പോൾ അവിടെ ഒരു എക്സ്റ്റേണൽ പ്രഭാഷകൻ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഞാൻ നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതായത് നമ്മൾ എന്തിനാണ് നമ്മുടെ മീറ്റിങ്ങിന് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മീറ്റിങ്ങിൽ ഒരു വ്യക്തി ഒരുപാട് വർഷങ്ങൾ കൊണ്ട് പഠിച്ചെടുത്ത കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്തിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ ആ വ്യക്തിയുടെ കൂടെ ചെലവഴിക്കുന്ന ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് കിട്ടുകയാണ്. നമ്മുടെ മുന്നോട്ടുള്ള ജീവിത യാത്രയിൽ ഇതെല്ലാം നമ്മുടെ സഹായകമായി മാറുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ടീം മീറ്റിംഗിലും ട്രെയിനിങ്ങിലും എല്ലാവരോടും മോർണിംഗ് മീറ്റിങ്ങിലൊക്കെ സ്ഥിരമായിട്ട് കയറണമെന്ന് എല്ലാവരോടും ആവശ്യപ്പെടുന്നതാണ്, നമ്മുടെ യാത്ര സുഗമമാക്കാനാണ്. അപ്പം ഞാൻ ഇങ്ങനെ എൻ്റെ മക്കളുടെ PTA മീറ്റിങ്ങിന് പങ്കെടുത്തപ്പോൾ അതിലൊരു ട്രെയിനർ പറഞ്ഞൊരു കാര്യമാണ്, ശരിക്കും നമ്മുടെയൊക്കെ തലച്ചോറിലെ കോശങ്ങളുണ്ട് അല്ലേ. അപ്പം നമ്മൾ ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ മസിൽസ് എന്ന് പറയും, മാംസപേശികളാണ്. പക്ഷെ തലച്ചോറിലെ കോശങ്ങളുടെ പേര് ന്യൂറോൺസ് എന്ന് പറയും. നമ്മുടെ തലച്ചോറിനെ ഒരു 8 ഭാഗമായി തിരിച്ചിട്ടുണ്ട് ന്യൂറോ സയൻസ്. ആ 8 ഭാഗത്തിൽ എവിടെയാണോ നമ്മുടെ ന്യൂറോൺസിന്റെ അളവ് കൂടുതൽ കോശങ്ങളുടെ, കാരണം ഓരോരുത്തർക്കും ഓരോ പോലെ ആയിരിക്കും അല്ലേ. ഇപ്പൊ ഇവിടെ വീഡിയോ ഓണാക്കി എല്ലാവരുടെയും മുഖം ഒരേപോലെയാണോ? ഇപ്പൊ സുൽഫത്ത് മാഡത്തിനെ പോലെയാണോ ഹഫ്സത്ത് മാഡം? അല്ല, പേരിൽ ചെറിയ തീന്ന് ലാസ്റ്റിൽ ഉണ്ടെങ്കിലും ഒരേപോലെ അല്ല കാണാൻ, അല്ലെ, വ്യത്യാസമുണ്ട്. ഇതേപോലെ നമ്മുടെ ഓരോരുത്തരുടെ തലച്ചോറിലെയും ന്യൂറോൺസിന്റെ കേന്ദ്രീകൃത സ്വഭാവം പല രീതിയിലാണ്. അതുകൊണ്ട് അതിനപേക്ഷിച്ച് ഓരോ വ്യക്തികൾക്കും വ്യത്യസ്ത സ്വഭാവങ്ങളാണ് ഉണ്ടാവുക. ഇപ്പൊ ചില ആൾക്കാർ, നമ്മൾ അതിന്റെ ഒരു ബ്രീഫ് ഇതായിട്ട് പറയുകയാണെങ്കിൽ, ചില ആൾക്കാർ വിഷ്വൽ പീപ്പിൾ ആയിരിക്കും. അതായത് അവർക്ക് കാണുന്നതായിരിക്കും പെട്ടെന്ന് ഉള്ളിലേക്ക് കയറുക. ചിലർ ഓഡിറ്ററി ആയിരിക്കും, അവർക്ക് കേൾക്കുന്നതായിരിക്കും ഉള്ളിലേക്ക് കയറുക. ചിലര് കിനസ്തെറ്റിക് എന്ന് പറയും, അതായത് അവർക്ക് ടച്ച് ചെയ്ത് ഫീൽ ചെയ്യണം. ഇത് പല രീതിയിലായിരിക്കും പല ആൾക്കാർക്ക് ഉള്ളിലേക്ക് കാര്യങ്ങൾ എത്തുക. ഇപ്പൊ നിങ്ങൾ ഒരു കിനസ്തെറ്റിക് ആയ ഒരു വ്യക്തി, ചിലപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനത്തെ ഒരു പത്രം അയാളുടെ കയ്യിൽ കൊടുക്കുമ്പോൾ അയാളുടെ ഉള്ളിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ നിങ്ങൾ എത്ര പറഞ്ഞു കൊടുത്താലും അയാൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. സോ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന കസ്റ്റമർ ഒരു കിനസ്തെറ്റിക് ആണെങ്കിൽ അയാളെ ഈ പത്രം കൊടുത്താൽ സ്വാധീനിക്കുന്നത് പോലെ, അല്ലെങ്കിൽ പത്രം കൊടുത്താൽ അയാളുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ചിന്തകൾ പോലെ നിങ്ങൾക്കത് പറഞ്ഞുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. സോ നമ്മുടെ മുന്നിലെ കസ്റ്റമേഴ്സ് പല ടൈപ്പ് ഉണ്ടാവും. ആ എല്ലാ ടൈപ്പിനെയും ആക്ടിവേറ്റ് ചെയ്യാൻ, അവരെല്ലാവരെയും നമ്മളിലേക്ക് കൺവിൻസ് ചെയ്യാൻ ഇങ്ങനത്തെ ഒരു പത്രത്തിന്റെ സഹായം നമുക്ക് ഇപ്പം ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് ഡ്യൂട്ടി ഇന്നത്തെ മോർണിംഗ് മീറ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പറ്റാവുന്നിടത്തോളം വ്യത്യസ്ത പത്രങ്ങൾ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. ഓക്കെ, സോ അതിലും ഞാൻ ഇനി അധികം സമയം ദീർഘിപ്പിക്കുന്നില്ല. അടുത്ത നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഞാൻ ഒരു കാര്യം ഷെയർ ചെയ്യുന്നുണ്ട്. സ്ക്രീനിൽ കാര്യം ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാരായി കാണുന്നുണ്ടോ? വെബ്സൈറ്റ് സാർ സ്ക്രീൻ ഷെയറിംഗ് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ധനുഷ്മാധവൻ.com എന്നുള്ള വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും താഴെ റീഡ് മൈ ബ്ലോഗ് എന്നുള്ള ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഫിസിക്കൽ പത്രം ഒരു വ്യക്തിയുടെ കയ്യിൽ കൊടുക്കുന്ന ഒരു ആക്ഷൻ അല്ലെങ്കിൽ എനർജി ഒരു കിനസ്തെറ്റിക് പീപ്പിളിന്, വിഷ്വൽ പീപ്പിളിന്, അതായത് കിനസ്തെറ്റിക്കിന് അത് കൈ കൊടുത്താൽ കിട്ടുന്ന എനർജി നിങ്ങൾ ഇത് വീഡിയോയിൽ കാണിച്ചു കൊടുത്താൽ കിട്ടില്ല. അപ്പോൾ ഒരു വീഡിയോ അല്ലെങ്കിൽ വിഷ്വൽ പീപ്പിൾ ആണെങ്കിൽ അവർക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്കൊരു സാധനം വെച്ചിട്ടുണ്ട് ഇവിടെ. ഇപ്പം നിങ്ങൾ കണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ വെച്ചിട്ടുണ്ട്. അതിൽ എൻ്റെ കയ്യിലുള്ള ഫിസിക്കൽ പത്രങ്ങളുടെ എല്ലാ കോപ്പിയും ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ താഴെ നിങ്ങൾക്ക് ന്യൂസ് പേപ്പേഴ്സ് ഇൻ PDF എന്നുള്ളൊരു ബട്ടണും വെച്ചിട്ടുണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പല പത്രങ്ങളിലെയും PDF കോപ്പി അടക്കം നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു വന്നത്, അതെ, എനിക്ക് കളക്ട് ചെയ്യാൻ കിട്ടിയിടത്തോളം ഡാറ്റ ഞാൻ കളക്ട് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾ അതായത് ഇവിടെ എല്ലാ കണ്ടോ,
ഇത്രയധികം പത്രങ്ങളിലെ വാർത്ത കളക്ട് ചെയ്യാൻ കിട്ടിയത് അതിൽ വെച്ചിട്ടുണ്ട്. സോ അത് നിങ്ങളൊന്ന് യൂസ് ചെയ്യുക. ഇത് നിങ്ങളുടെ എല്ലാവരുടെ ഫോണിലും കിട്ടും, നിങ്ങൾക്ക് അറിയാം അല്ലേ. ഇനി ഈ ബിസിനസ് ചെയ്താൽ എന്താണ് നേട്ടങ്ങൾ എന്നുള്ളത് കാണിക്കാൻ ഇതിൽ ഞാൻ ടെക്നിക്കൽ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളോട് ഒരു വ്യക്തി ചോദിക്കുകയാണ് ഈ ജീവിതശൈലി രോഗം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ജസ്റ്റ് നമ്മുടെ ബ്ലോഗിൽ കയറിയിട്ട് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്നുള്ള ബ്ലോഗ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ താഴെ ഇത് കണ്ടോ, രക്താതിമർദ്ദം. പക്ഷെ പേര് കേട്ട നമ്മൾ ഞെട്ടും അല്ലേ. ബ്ലഡ് പ്രഷർ. ഇനി അത് ഒരാൾക്ക് നോർമൽ എത്രയാണ്, സാധാരണ എത്രയാണ്, ഹൈപ്പർ ടെൻഷൻ എത്രയാണ്, ഇതിൻ്റെ ഡീറ്റെയിൽസ്. അതായത് ഒരു മാതിരി, കാരണം നമ്മളെല്ലാം ഹെൽത്ത് കെയർ പ്രൊഫഷണലുകളാണ്. നമ്മളെല്ലാവരും. അപ്പൊ നമ്മുടെ ഒരു അടുത്തുള്ള ഒരു അയൽവാസി, നമ്മുടെ സുഹൃത്ത്, ഒരു ബന്ധു നമ്മളൊരു കാര്യം ചോദിച്ചാൽ അതിന് വ്യക്തമായ ഉത്തരം നമുക്ക് കൊടുക്കാൻ പറ്റുമ്പോഴേ ആ വ്യക്തി നമ്മുടെ കൂടെ നിൽക്കും. സോ പ്രമേഹം എന്താണ്, അല്ലെങ്കിൽ കൊളസ്ട്രോൾ എന്താണ്, സ്ട്രോക്ക് എന്താണ്, ഞാൻ എല്ലാത്തിലേക്കും പോകുന്നില്ല, നിങ്ങൾ ഇതൊന്നും ലിങ്ക് തുറന്നു നോക്കുക. പിന്നെ കോമൺ ആയിട്ടൊരു കാര്യം കൂടെ പറയാം, വെറുതെ കിട്ടുന്നതിനൊന്നും വില ഉണ്ടാവില്ല. സോ ഇങ്ങനത്തെ ഒരു ഡാറ്റ ബാങ്ക് നമ്മുടെ ടീമിൽ നമ്മളെ എല്ലാവർക്കും സൗജന്യമായിട്ട് ലഭ്യമാണ്. നിങ്ങളുടെ ഫോണിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് ഉപയോഗിക്കാം. പക്ഷെ എത്ര പേര് ഇത് ഉപയോഗിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല. നിങ്ങളൊന്ന് ഉപയോഗിക്കാൻ തയ്യാറാവണം. ദെൻ അതിൽ ഒരു കാര്യം കൂടെ കാണിച്ചു തരാം. വീണ്ടും എന്നോടല്ല, വൈ മൈ ലൈഫ് വിത്ത് ഏജ് എന്ന് പറഞ്ഞൊരു ബ്ലോഗ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ ബ്ലോഗിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ കമ്പനിയുടെ മാനേജ്മെന്റ് സൈഡ്, നമ്മുടെ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ലീഡേഴ്സിന്റെ ഒക്കെ താഴത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ റോയൽ ഡയമണ്ട് എക്സിക്യൂട്ടീവ് മുബീൻ സാർ എന്നൊരു വ്യക്തിയുടെ ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ട്. അതായത് ഈ ബിസിനസ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആ ഷെയറിംഗ് ഒന്ന് ഓഫ് ആക്കിയാൽ, അല്ല വേണ്ട, നിങ്ങൾ തൽക്കാലം ഷെയറിംഗ് ഉണ്ടെങ്കിൽ കൂടി ഞാൻ പറയുന്ന വാക്കുകൾക്ക് ഒന്ന് ശ്രദ്ധിക്കുക. അതായത് ഈ ബിസിനസ് ഗിയർ മാറ്റിയെന്ന് ഞാൻ പറഞ്ഞു. എങ്ങോട്ടാണ് ഇൻഡസ്ട്രി പോകുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പൊ സത്യം പറഞ്ഞാൽ 130-നടുത്ത ആൾക്കാർ ഈ മീറ്റിംഗിൽ ഞാൻ കാണുന്നു. ഈ 130 പേരുടെയും ഹിസ്റ്ററി പരിശോധിച്ച് കഴിഞ്ഞാൽ അവർ ഈ മേഖലയിലേക്ക് വന്നത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ഓടിച്ചിട്ട് പിടിച്ചിട്ട് വന്നവരാ. പണ്ട് കോഴീനൊക്കെ പിടിക്കൂലേ, കറി വെക്കാൻ വീട്ടിൽ വളർത്തുന്ന കോഴീനെ. ഞാൻ ഇപ്പോഴത്തെ കോഴിയല്ല കേട്ടോ, പണ്ട് വീട്ടിൽ നാടൻ കോഴീനെ പിടിക്കുന്ന ഓർമ്മല്ല, ഓടിച്ചിട്ട് പിടിക്കുന്ന പറയില്ലേ. അങ്ങനെ ഞാൻ ഉൾപ്പെടെ, വലിയ വ്യത്യാസമൊന്നുമില്ല. ഞാൻ പറയുന്നത് ഇതായിരുന്നു ഈ ഇൻഡസ്ട്രിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് എന്നുള്ളത്. വരാൻ പോകുന്ന കുറച്ച് നാളുകൾക്കുള്ളിൽ ഈ ഇൻഡസ്ട്രിയുടെ പിക്ചർ നിങ്ങൾ വിചാരിക്കുന്ന അവസ്ഥയിൽ നിന്നത് മാറും അല്ലേ. ഇപ്പൊ തന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നമ്മുടെ നാനോ ടെക്നോളജി വളത്തിൽ വന്നു എന്ന് പറഞ്ഞു. എത്ര പേര് നമ്മുടെ വളം ഉപയോഗിക്കണമെന്ന് എനിക്കറിയില്ല. പണ്ട് ഏക്കർ കണക്കിന് സ്ഥലമുള്ള ആൾക്കാർ ലോറിക്കായിരുന്നു വളമിടുക. പച്ചില വളമാണെങ്കിലും ചാണകമാണെങ്കിലും ലോറിയിലായിരുന്നു വളമിടുക. ഇന്ന് ഒരു കുട്ടിക്ക് കൈ പിടിച്ച് കൊണ്ടുപോവാം. നിങ്ങൾ കാലഘട്ടം മാറിയത് ശ്രദ്ധിക്കുന്നുണ്ടോ? നമ്മുടെ പുതിയ ഭൂവസ്ത്ര 2 കിലോന്റെ പാക്കറ്റ് എത്ര സ്ഥലത്തേക്കുള്ളതാ? നിങ്ങൾക്ക് അറിയാം അല്ലേ. സോ ഈ 100 ഗ്രാം ഗ്രോ മാജിക് എത്ര സ്ഥലത്തേക്കുള്ളതാ? ചിന്തിക്കണം. അതായത് കാലഘട്ടം മാറി. സോ ഇവിടെയാണ് ഈ ഇൻഡസ്ട്രിയുടെ മാറ്റം നമ്മൾ മനസ്സിലാക്കി കൊടുക്കേണ്ടത്. കാരണം ഇത് വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഈ ഇൻഡസ്ട്രി ഇങ്ങനെ ആൾക്കാരെ ഓടിച്ചു വിട്ട് പിടിക്കുന്ന അവസ്ഥ വരില്ല. എന്താ പറയാൻ കാര്യം അറിയോ? നിങ്ങൾ അന്ന് തിരുവനന്തപുരത്ത് പ്രോഗ്രാമിന് വന്ന ആൾക്കാരുടെ കയ്യിലൊക്കെ ഒരു നീല കളർ നോട്ടീസ് കിട്ടിയിരുന്നു. ഞാൻ അതിന്റെ കോപ്പി ഇപ്പം എൻ്റെ ഇതിലില്ല, ഞാനത് അയച്ചു തരാം. നിങ്ങൾ കണ്ടിരുന്നോ ഒരു നീല കളർ ബ്രോഷർ? എത്ര ലീഡേഴ്സിന്റെ കയ്യിലുണ്ടെന്ന് എനിക്ക് അറിയില്ല. ആ ബ്രോഷറിൽ ആ ഒരു യൂണിവേഴ്സിറ്റി പഠിപ്പിക്കുന്ന ഒരു കോഴ്സിലേക്ക് കുട്ടികളെ അട്രാക്ട് ചെയ്യാൻ വന്നതാ. ആ കോഴ്സിന്റെ പേര് BNET, ബാച്ചിലർ ഓഫ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. ഇപ്പൊ BCom നിങ്ങൾ കേട്ടിട്ടുണ്ട്, എന്താ പറയാ, ബാച്ചിലർ ഓഫ് ആർട്സ് കേട്ടിട്ടുണ്ട് അല്ലേ. എന്നാൽ ബാച്ചിലർ ഓഫ് നെറ്റ്വർക്കിംഗ് പുതിയ സ്ഥാപനങ്ങളിലെ പുതിയ കോഴ്സുകളാ, പുതിയ കോളേജുകളിലെ നമ്മുടെ പുതിയ യൂണിവേഴ്സിറ്റികളിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന വിഷയങ്ങൾ ഇതൊക്കെയാ. ഒന്ന് ചിന്തിച്ചു നോക്കുക. MBBS കഴിഞ്ഞ ഒരു വ്യക്തി ഏത് ജോലിക്ക് പോകും? LLB കഴിഞ്ഞോൻ ഏതിനു പോകും? ചാർട്ടേഡ് അക്കൗണ്ടൻസി കഴിഞ്ഞോൻ ഏതിനു പോകും? ഇതൊക്കെ ഉത്തരം നിങ്ങൾ പറഞ്ഞു അല്ലേ. അതേപോലെയാണെങ്കിൽ ബാച്ചിലർ ഓഫ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പാസ്സായവൻ ഏത് കോഴ്സിനാ പോവുക, അല്ലെങ്കിൽ ഏത് മേഖലയിലേക്കാ പോവുക? നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, ഈ ഇൻഡസ്ട്രി. അത് ഇന്ന്
നിങ്ങൾ ഇന്ത്യയിൽ ഇത്രയും ശക്തമായിട്ട് ചെയ്യുന്ന വേറൊരു കമ്പനി ഇല്ല എന്നുള്ളത് കഴിഞ്ഞ 19 അവിടെ വന്ന ആൾക്കാരൊക്കെ നേരിട്ട് കണ്ടുകൊണ്ട് കണ്ടിട്ടുണ്ട് അല്ലേ? ബാക്കി കമ്പനികളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ ആ 20,000-ൽ വെറും 10% പോലും മറ്റ് കമ്പനികളില്ല. സോ ഇത്രയും പവർഫുൾ ആ ഒരു ഇൻഡസ്ട്രിയിൽ ദൈവഭാഗ്യം കൊണ്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. ദൈവം നമുക്ക് തന്ന അനുഗ്രഹങ്ങളെ എണ്ണാൻ പഠിക്കണം അല്ലേ? ഞാൻ ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നലെ വരെ മോർണിംഗ് മീറ്റിംഗിൽ കയറാൻ പറ്റുമായിരുന്ന ശോഭനേച്ചി ഇന്നത്തെ മോർണിംഗ് മീറ്റിംഗ് മുതൽ നമ്മളോടൊപ്പം ഇല്ല. നമുക്കറിയില്ല ദൈവം നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്. ഇന്നത്തെ ദിവസവും അല്ല ഇന്നത്തെ സുപ്രഭാതവും നമുക്ക് ദൈവം തന്നിട്ടുണ്ട് അല്ലേ? സോ ഈ അനുഗ്രഹം നമ്മൾ അറിയണം. നമ്മൾ എത്തിപ്പെട്ട കമ്പനിയുടെ വലിപ്പം അറിയണം. 2013 തുടങ്ങിയിട്ട് 2022 വർഷത്തിലാണ് അവർ ഇന്ത്യയിൽ നമ്പർ 1 ആവാൻ പ്ലാൻ ചെയ്തത്. എന്നാൽ 2019 തന്നെ ടേൺ ഓവർ വൈസ്, അതായത് വിറ്റ് വരവ് എന്ന് പറയും, വിറ്റ് വരവില് 1990 മുതൽ ഇന്ത്യയിൽ ഡയറക്ട് സെല്ലിംഗ് കമ്പനികളുണ്ട്. ഇപ്പൊ നിങ്ങൾ പേരെടുത്ത് പറയുന്ന ഒരുപാട് കമ്പനികളുണ്ട്. അവരുടെയൊക്കെ ടേൺ ഓവറിനെ നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റി, മറികടക്കാൻ പറ്റി. എന്തുകൊണ്ട്? ചിന്തിക്കണം. സോ ഇന്ത്യയിലെ നമ്പർ 1 കമ്പനിയിൽ ദൈവഭാഗ്യം കൊണ്ട് നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ട്. അത് മനസ്സിലാക്കണം. ഒറ്റ കാര്യം കൂടെ പറയാം. ഇതൊരു ഇന്റേണൽ മീറ്റിംഗ് ആയതുകൊണ്ട് അങ്ങനെ തന്നെ പേര് തന്നെ എടുത്ത് പറയാലോ. ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ ബന്ധു അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മാർത്ഥ സുഹൃത്ത് നിങ്ങളെ ഫോളോ അപ്പ് ചെയ്ത് കൊണ്ടുവന്നത് ഹൈറിച്ചിലേക്കായിരുന്നെങ്കിൽ ഇന്ന് രാവിലെ നോമ്പ് നോറ്റ് രാവിലെ മോർണിംഗ് മീറ്റിംഗിൽ കയറേണ്ട വല്ല ദുരവസ്ഥ ഉണ്ടാവുമായിരുന്നോ? ആ കമ്പനി തന്നെ ഇല്ല, വീട്ടിൽ കിടന്ന് ഉറങ്ങായിരുന്നു എന്ന്. പക്ഷെ നാട്ടുകാരോട് വാങ്ങിയ പൈസയ്ക്ക് സമാധാനം പറയേണ്ടി വരും. കിടന്നുറങ്ങാൻ പറ്റണമെന്നില്ല. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദൈവം നമ്മൾ രക്ഷപ്പെടാൻ തീരുമാനിച്ചുകൊണ്ട് ഈ കമ്പനിയിലേക്ക് നമ്മൾ വന്നത്. 2, അതിൽ തന്നെ ഇപ്പൊ നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന വ്യക്തി മുബീൻ മുഹമ്മദ്, നമ്മുടെ കൊറോണ പീരീഡിൽ തന്നെ കമ്പനിയുടെ ടോട്ടൽ ടേൺ ഓവറിന്റെ 70% കൊടുത്തത് ഈ വ്യക്തിയുടെ ഒരാളുടെ ടീമിൽ നിന്നാണ്. ടീം വെലോസിറ്റി ഇന്റർനാഷണൽ, DVI. അദ്ദേഹത്തിന്റെ നിങ്ങൾ ഭ്രമരം എന്നൊരു പ്രോഗ്രാമിനെ പറ്റി പല മീറ്റിംഗിൽ ലീഡേഴ്സ് പറഞ്ഞു കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇവോൾവ് എന്ന പ്രോഗ്രാമിനെ പറ്റി പറയുന്നത് കേട്ടിട്ടുണ്ടാവും. അതൊക്കെ ഈ ഒരു വ്യക്തിയുടെ ടീമിൽ നടന്ന മീറ്റിങ്ങുകളാ. ഹലോ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? സോ ഇന്ന് ഇന്ത്യയിലെ നമ്പർ 1 ടീമിലാണ് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത്. ഇനി അദ്ദേഹത്തിന്റെ ടീമിൽ സ്ക്രീനിൽ നോക്കിയാൽ കാണാം, കേരളത്തില് ഗ്രീൻ ചേംബർ അല്ലെ, GCI ഇന്ന് പത്രങ്ങളിൽ പോലും അല്ലെ. ഇനി ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഡാറ്റ ഇപ്പൊ മുബീൻ സാർ നിങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞ 1 വർഷത്തിലധികമായിട്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ സെറ്റിൽഡാണ്, അമേരിക്കക്കാരനാണ്. ആള് ഇന്ത്യയിലല്ല. ദെൻ അദ്ദേഹം പരിചയപ്പെടുത്തിയ വ്യക്തിയാണ് നമ്മുടെ ഈ 2 വ്യക്തികൾ, അനീഷ് സാറും അനൂപ് സാറും അല്ലേ. ഇവിടെ അവരുടെ ഫോട്ടോന്റെ താഴെ നിങ്ങളൊരു ക്ലിക്ക് ഹിയർ എന്നുള്ള ബട്ടൺ കാണുന്നുണ്ടാവും. ഇത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ അദ്ദേഹത്തിന്റെ ഒരു പ്രൊഫൈൽ വീഡിയോ ഇവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇതൊന്ന് പ്ലേ ചെയ്യുകയാണെങ്കിൽ ഞാനത് ഒന്നും എടുക്കുന്നില്ല. നിങ്ങൾ അദ്ദേഹത്തിന്റെ, അതായത് ഈ ഇൻഡസ്ട്രിയിൽ അദ്ദേഹം ഉണ്ടാക്കിയ നേട്ടങ്ങൾ. കാരണം നമുക്കൊരു വ്യക്തിയെ, ഉദാഹരണം പറയാം, നമ്മുടെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ വരികയാണ്. അപ്പോൾ കുറച്ച് കസേരകൾ കുറവുണ്ട്. എന്തോ ചെറിയൊരു പാലുകൂടിയ ബർത്ത്ഡേ എന്തോ ആണ്. നമ്മൾ കസേര ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ പോയിട്ട് കസേര കട എടുക്കും അല്ലേ, വാടകയ്ക്ക് എടുക്കും, അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യും. അതേപോലെ ഇപ്പോൾ നമ്മൾ ഇൻഡസ്ട്രി ചെയ്താൽ എവിടെ എത്തും എന്നൊരാളെ കാണിച്ചു കൊടുക്കാൻ ശരിക്കും നിങ്ങളൊരു വലിയ ടീം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്വന്തം മാറ്റങ്ങളെ കാണിച്ചു കൊടുക്കേണ്ടത് അല്ലേ. സോ തുടക്കക്കാരന് സ്വന്തം മാറ്റങ്ങൾ കാണിച്ചു കൊടുക്കുന്നതിനേക്കാൾ എളുപ്പം നമ്മുടെ ലീഡേഴ്സിന്റെ നേട്ടങ്ങളൊന്ന് അല്പസമയം ഒന്ന് കടമെടുത്താൽ മതി. ഹലോ, വീട്ടിൽ കസേര ഇല്ലാന്നുകൊണ്ട് എല്ലാ കസേരയും ഒറ്റയടിക്ക് പോയി വാങ്ങാൻ പറ്റണം എന്നില്ലല്ലോ എല്ലാവർക്കും. അപ്പം നിങ്ങൾ ഒന്ന് ലീഡേഴ്സിന്റെ നേട്ടങ്ങൾ, അച്ചീവ്മെന്റ് ഒന്ന് കടമെടുക്കണം. ആ കടം എടുക്കേണ്ടത് എങ്ങനെയെന്നാണ് ഇപ്പം ഞാൻ കാണിക്കുന്നത്. സോ ഇതിലിപ്പോൾ നമ്മൾ അനീഷ് സാറിൻ്റെ ഫോട്ടോസ് എന്ന് പറഞ്ഞൊരു ലിങ്ക് വെച്ചിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അനീഷ് സാറിൻ്റെ, അനൂപ് സാറിൻ്റെ ഒരു പ്രോഗ്രാം ഒക്കെ നടക്കുമ്പോൾ അവരുടെ ഒരു ഫോട്ടോ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ തപ്പി നടക്കേണ്ട ആവശ്യമില്ല, അതിൽ കയറി കഴിഞ്ഞാൽ കിട്ടും. ഇനി ന്യൂസ് പേപ്പേഴ്സ് എന്നുള്ളൊരു ലിങ്ക് നിങ്ങൾ കാണും. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ കേരള കൗമുദി എന്ന പത്രത്തിൽ നമ്മുടെ അപ്ലൈൻ ലീഡേഴ്സിനെ പറ്റി വന്ന ഒരു ഫുൾ ഷീറ്റ് പേജ് ആർട്ടിക്കിൾ ഇത് കണ്ടോ, സഹോദര വിജയഗാഥ. അതിൻ്റെ ഈ ഭാഗത്ത് കൊടുത്ത് നിങ്ങളൊന്ന് ഇത് കണ്ടോ. ഞാനത്
ക്ലിയർ ആക്കുന്നില്ല, നിങ്ങളൊന്ന് നോക്കി വായിച്ച് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാം. ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്സിൽ, അതായത് ഇന്ന് പത്രമാധ്യമങ്ങൾ ഈ മേഖലയെ സീരിയസ് ആയി കണ്ടു തുടങ്ങിയിട്ടുണ്ട് അല്ലേ? കാരണം തള്ളിക്കളയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മൾ വളർന്നത് കൊണ്ടാണ് ഇതൊക്കെ വരുന്നത്. ഇനി മലയാള മനോരമ എന്നൊരു ലീഡിംഗ് ന്യൂസ് ഏജൻസിയിൽ അവരുടെ ഒരു ലീഡിംഗ് ന്യൂസ് വീക്കിലിയാണ് മലയാള മനോരമ അല്ലേ, ആഴ്ചപ്പതിപ്പ്. അതിൽ 2019 ഇതുണ്ടോ, അവരുടെ ഒരു കവർ സ്റ്റോറി എന്ന് പറയും, വലിയ മുതൽ മുടക്കില്ലാതെ ബിസിനസ് നടത്തി വിജയിച്ചവരുടെ കഥകൾ കണ്ടോ. അതിന്റെ കവർ സ്റ്റോറി, അതായത് ആ ആഴ്ച ഇറങ്ങിയ ലേഖന ബുക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് കവർ സ്റ്റോറി ആയിട്ട്. ബുക്ക് തുറക്ക പോലും വേണ്ട, പുറമേ നിന്ന് തന്നെ കാണാം അല്ലേ. അത്രയും സീരിയസ് ആയ മാറ്ററാണ് കവർ സ്റ്റോറി കൊടുക്കുക. ആ കവർ സ്റ്റോറി നമ്മുടെ ഡയറക്റ്റ് സെല്ലിംഗ് കച്ചവടമായിരുന്നു. തുറക്കുമ്പോൾ തന്നെ ഫ്രണ്ട് പേജിൽ ഡയറക്റ്റ് സെല്ലിംഗ് ആർക്കും തുടങ്ങാം. കുറെ പേരെ പേടി ഇത് എന്നെ കൊണ്ട് പറ്റുമെന്നാണ് അല്ലേ. സോ അങ്ങനത്തെ ഒരുപാട് വിവരണങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. അതിന്റെ താഴെ രണ്ടാമത്തെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ഇതില് ഈ വ്യക്തിയെ നിങ്ങൾ അറിയോ? അഫ്സത്താത്ത അറിയോ? അഫ്സത്താത്ത അറിയാന്ന് പറയുന്നുണ്ട്, തല കുലുക്കുന്നുണ്ട്. ഓക്കെ, റെഡി. ഞാൻ ഇതൊക്കെ നിങ്ങളൊന്ന് നിങ്ങളുടെ ഫോണിലുള്ള കാര്യങ്ങളാണ്. ഇനി ഇതിന്റെ താഴത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ദാ ഇവിടെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഈ ലിങ്ക് നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇത് ഉണ്ടാവും. 20 ലക്ഷം രൂപ കടത്തിൽ തുടക്കം, ഇന്ന് ടാക്സ് നൽകുന്നത് ലക്ഷങ്ങൾ. മൈലേസ്റ്റോ മാർക്കറ്റിംഗ് ബിസിനസ് ചെയ്തിട്ട് എന്താണ് കാര്യം എന്നുള്ളത് നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്ന ബന്ധുവിനെ, സുഹൃത്തിനെ, അയൽവാസിയെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ, കാണിച്ചു കൊടുക്കാൻ ഈ പറഞ്ഞ ആർട്ടിക്കിളുകൾ നിങ്ങൾ ഉപയോഗിക്കണം. ഇത് ഉപയോഗിക്കാൻ വേണ്ടിയാണ് നമ്മുടെ സ്ക്രീനിൽ ഇത് നിങ്ങൾക്ക് ആ ലിങ്കിൽ സൗജന്യമായി കിട്ടുന്നത്. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഒന്നും കൂടെ പറയുന്നു, സൗജന്യമായി കിട്ടുന്നതിന് ഒന്നിനും വരല്ല. നിങ്ങൾ ഈ വെബ്സൈറ്റ് ഉപയോഗിക്കണമെങ്കിൽ മാസം 500 കൊടുക്കേണ്ടിയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പാണ് എനിക്ക് നിങ്ങളെല്ലാവരും നന്നായിട്ട് ഇത് മുതലാക്കും. കാരണം മലയാളിൻ്റെ ആറ്റിറ്റ്യൂഡ് എനിക്കറിയാം. ഇത് 500 കൊടുക്കാനില്ല, ഇത് സൗജന്യം ആയതുകൊണ്ട് തുറന്നു നോക്കാത്ത ആൾക്കാരാണ് നാട്ടിൽ അധികം ഉള്ളത്. ആരെയും കുറ്റം പറയല്ല, ഞാനൊരു യാഥാർത്ഥ്യം പങ്കുവെച്ചു എന്നുള്ളൂ. ഇനി ആ ആർട്ടിക്കിളിന്റെ താഴെ രണ്ടാമതൊരു ആർട്ടിക്കിൾ ഉണ്ട്. ഇതുണ്ടോ, നമുക്ക് പല ആൾക്കാരോടും ബിസിനസ് പറയാൻ പേടിയാ. കാരണം എന്താ, അവൻ വലിയ കൊമ്പത്തെയാ. ഇവിടെ നോക്കിയേ, ഡയറക്റ്റ് സെല്ലിംഗ് വിജയം കൊയ്തവരിൽ റിട്ടയർഡ് ഡെപ്യൂട്ടി കളക്ടർ മുതൽ വീട്ടമ്മമാർ വരെ. നിങ്ങൾ ഈ ആർട്ടിക്കിൾ വായിച്ചു നോക്കണം. ഈ വായിച്ചു നോക്കുന്ന അറിവുകളാണ് നാളെ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലിരിക്കുന്ന വ്യക്തിയോട് സംസാരിക്കാൻ കിട്ടുന്ന പോയിന്റുകളായിട്ട് മാറുക. ഇപ്പൊ നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന വ്യക്തി ചാൾസ് CS, ഇതുണ്ടോ, എറണാകുളം കളക്ടറേറ്റിൽ നിന്ന് ഡെപ്യൂട്ടി കളക്ടർ ആയിട്ടാണ് ആള് പിരിഞ്ഞത്. അതായത് ഡെപ്യൂട്ടി കളക്ടർ അടക്കം നമ്മുടെ ഈ ഇൻഡസ്ട്രിയുടെ സീരിയസ്നെസ് മനസ്സിലാക്കി എന്നുള്ളത് നിങ്ങൾക്ക് ഒരാൾക്ക് കാണിച്ചു കൊടുക്കാൻ ഈ ലിങ്ക് ഉപയോഗിക്കാൻ പഠിച്ചാൽ മതി. ഓക്കെ, ഞാൻ ബാക്ക് അടിക്കുന്നു. ദെൻ അനീഷ് സാറിന്റെ വാഹനങ്ങൾ കഴിഞ്ഞ 2023 മെയ് മാസം അദ്ദേഹം വാങ്ങിയ വണ്ടിയാണ് ഇപ്പൊ